ഹായ് ഹലോ നമസ്കാരം. DS ഐറ റിലീസായിട്ടുള്ള സിനിമയല്ല, നാളെ റിലീസാകാൻ പോകുന്ന ഏറ്റവും പുതിയ പടമാണ് DS ഐറ. എൻ്റെ പ്രീമിയർ ഷോ കാണാനായിട്ട് ഇടയായി. അതിൽ DS ഐറ എന്നുള്ള വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഇതൊരു ക്രിസ്തീയ വാചകമാണ്. അത് അന്ത്യവിധി എന്നൊക്കെ പലപ്പോഴും പറയാം, ഒരു പരിസമാപ്തി എന്നൊക്കെ പറയൂലേ, അതാണ് ആ ഒരു ടൈറ്റിലിൻ്റെ ഉദ്ദേശം. ആ ടൈറ്റിലിനോട് 100-150% ഈ സിനിമ നീതി പുലർത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഈ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ളത്, ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് രാഹുൽ സദാശിവനാണ്. അറിയില്ല, ഫ്രം ദ ഡയറക്ടർ ഓഫ് ബ്രഹ്മയുഗം, ഫ്രം ദ ഡയറക്ടർ ഓഫ് ഭൂതകാലം. ബ്രഹ്മയുഗം എന്ന് പോലെയുള്ള ഒരു ജം ഐറ്റം ചെയ്തു വെച്ചിട്ടുള്ള മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് കമ്പയർ ചെയ്യുന്നില്ല, ഒന്നും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ ഇതിൽ സിംഗിൾ ഷോട്ടുകൾ കുറേ ഉണ്ട്. ആ സിംഗിൾ ഷോട്ടിലെല്ലാം തന്നെ പ്രണവ് മോഹൻലാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. എനിക്കൊന്ന് പുള്ളിക്കാരൻ വളരെ കുറച്ച് പടം പ്രണവ് ചെയ്തിട്ടുള്ളൂ. പ്രണവ് ചെയ്തതിൽ വെച്ചിട്ട് പ്രണവിൻ്റെ ഏറ്റവും മികച്ച പടം ചിലപ്പോൾ ഇതായിരിക്കാം. ഹൃദയം അതുപോലെയുള്ള പരിപാടിയൊന്നും അല്ല, ഇതിൽ നന്നായിട്ട് തന്നെ പുള്ളിക്കാരൻ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് ഷോട്ടുകൾ ഇത് നന്നായിട്ട് തന്നെ പുള്ളിക്കാരൻ ഒരു സോളോ പരിപാടി പുള്ളിക്കാരൻ പിടിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ജിബിൻ ഗോപിനാഥ് ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. കാരണം ഒരുപാട് സിനിമ ഞാൻ പുള്ളിക്കാരെ കണ്ടിട്ടുണ്ട്, അത് നന്നായിട്ട് ചെയ്തു. പിന്നെ ജയാകുറുപ്പ് കിഡിലോസ്കി ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാൻ പറ്റാത്തതായിട്ടുള്ള 1-2 ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്, ഞാൻ പറയുന്നില്ല. മേ ബി അത് സ്പോയിലർ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം പറയാത്തത്. ചക്രവർത്തി ആണ് ഇതിൻ്റെ, രാമചന്ദ്രൻ്റെ പ്രൊഡ്യൂസർ. അതെല്ലാം ബ്രഹ്മയുഗത്തിൻ്റെ ക്രൂ ആണ് വന്നിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക അവിടുന്ന് നാട്ടിലോട്ട് വന്നിട്ടുള്ള ആളാണ് പ്രണവ് റോഹൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ ആണ് നാട്ടിലോട്ട് വരുന്നത്. പുള്ളിക്കാരൻ്റെ പ്രണവിൻ്റെ ഈ റോഹൻ്റെ ഒരു പരിചയം ഉള്ള ഒരാൾ മരണപ്പെടുന്നതും ആ മരണത്തെ തേടിയുള്ള യാത്ര, അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആ ഒരു ഗോസ്റ്റ് പ്രേതം, അത് എന്തിന് അല്ലേ, ആ ഒരു അതാണ് ഈ കഥയുടെ, ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ട് ഈ സിനിമ പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഈ പടം എന്ന് പറയുന്നത് വേറെ മൂഡാണ്. ഈ സിനിമ പക്ക അഡോൾട്ടാണ്, 80+ ആണ്. അതുകൊണ്ട് ദയവീത് നിങ്ങൾ കുട്ടികളെ ഈ സിനിമയ്ക്ക് കൊണ്ടുപോകരുത്. അത് നിങ്ങളുടെ കുട്ടികൾ ഈ സിനിമ കണ്ട് പേടിക്കും എന്നുള്ള ഭയം എനിക്കുള്ളത് കൊണ്ടല്ല, അത് നിങ്ങളുടെ കാര്യമാണ്. പക്ഷേ മറ്റുള്ളവർക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് പറ്റില്ല. കാരണം നിങ്ങളെ കുട്ടികളെ കൊടുന്ന് അവിടെ നിന്ന് കരച്ചിലും പിടിച്ചിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ സിനിമ ശ്രദ്ധിക്കാനായിട്ട് പറ്റില്ല. കാരണം അത് അങ്ങനത്തെ ഒരു മൂഡുള്ള പടമാണ്. ഈ സിനിമ കാണേണ്ടത് ആ ഒരു വേവലെങ്തല്ല. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് വരെ ഈ സിനിമ വേറൊരു മൂഡാണ് പടം എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചുകൂടി ഹൊറർ എലമെന്റ്സ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഇൻട്രവൽ ബ്ലോക്കിലൊക്കെ കിടുക്കാച്ചി ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് രാഹുൽ സദാശിവൻ. അപ്പന്നെ ക്രിസ്റ്റോ പൊട്ടിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻട്രവൽ ബ്ലോക്ക് നന്നായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഈ പടം കുറച്ചുകൂടി ത്രില്ലും കൂടി, ഈ ഹൊററിനൊപ്പം തന്നെ ത്രില്ലർ എന്നുള്ളൊരു ജോണറിലേക്കും ഈ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വരുമ്പോഴും ഇവർ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഒരു വേറൊരു പൊളിറ്റിക്കൽ മെത്തേഡ് രാഹുൽ സദാശിവ് യൂസ് ചെയ്തിട്ടുണ്ട്. ഭൂതകാലമാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയും, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതങ്ങനെയല്ല, ഇതൊരു പക്ക ഹൊററാണെങ്കിൽ ഹൊറർ ഫിലിമാണ്. ഇത് ത്രില്ലറാണെങ്കിൽ ത്രില്ലറാണ്. അത് നന്നായിട്ട് തന്നെ ഇതിൽ രാഹുൽ സദാശിവൻ കൊണ്ടുവന്നിട്ടുണ്ട്. പെർഫോം ബേസ് നോക്കുകയാണെങ്കിൽ പ്രണവൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരോ സീൻസിലും ക്ലൈമാക്സിലായാലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സിനിമ ഒരു തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള സിനിമയാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ എല്ലാം ഇതിൽ വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളെ ചെയ്തിട്ടുള്ളൂ, അതെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ BFX പരിപാടികൾ, ഈവൻ മേക്കപ്പ് മുതൽ സേവിയറാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ, റോണി സേവിയർ, അത് മുതൽ അടിപൊളിയാണ്. ഇതിൻ്റെ ആർട്ട് വർക്ക് എല്ലാം തന്നെ എൻ്റെ ക്രൂ നല്ല അടിപൊളിയായിട്ട് ഇതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു റിസൾട്ട് സിനിമയിൽ കാണുന്നുണ്ട്. കാരണം പല സീനുകളിലും എല്ലാം തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിലും വേണ്ടില്ല, ഇതിന് ടെക്നിക്കൽ സൈഡ് നോക്കിയാലും വേണ്ടില്ല. ഈ സിനിമ പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ പലരും എഡ്ജ് ഓഫ് ദ സീറ്റായിട്ട് നിന്ന് പേടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഒരു പക്ക ഹൊറർ മൂഡിൽ നമുക്ക് ഈ സിനിമ കാണാം. വീണ്ടും ആവർത്തിക്കുന്നു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമ നിങ്ങൾ കാണരുത്. വെറുതെ ഒച്ചയും വിളിയും കൂക്കും വിളിയും കൂടിയിട്ട് അങ്ങനത്തെ ഒരു മൂഡ് ഉള്ള സിനിമ അല്ല ഇത്. അങ്ങനെയാണെങ്കിൽ സിനിമയ്ക്ക് പോകാതിരിക്കുക, പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ട് ഈ സിനിമ കാണാതിരിക്കുക. അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്.